പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. കൊല്ലത്തെ പ്രധാന സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ജില്ലയിലെ തിരുമുല്ലവാരം, അഷ്ടമുടി, മുണ്ടയ്ക്കൽ, പാപനാശം എന്നിവിടങ്ങളിൽ ആയിരങ്ങളാണ് പിതൃമോക്ഷത്തിനായി ബലിയർപ്പിച്ചത്. ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുമുല്ലവാരത്ത് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ 2000 പേർക്ക് തർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ആയിരക്കണക്കിന് പേരാണ് കനത്ത മഴയെ അവഗണിച്ച് പിതൃതർപ്പണത്തിന് എത്തിയത്. എന്നാൽ ദേവസ്വം വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന ആരോപണവുമുണ്ട്. കാർമ്മികത്വത്തിന് ആവശ്യത്തിന് ആളില്ലാത്തതും പൂജാദ്രവ്യങ്ങളില്ലാത്തതും മണിക്കൂറുകൾ നീണ്ട നിരയിൽ തർപ്പണത്തിന് എത്തിയവർ നിൽക്കേണ്ടി വന്നു. ദേവസ്വത്തിന്റെ അനാസ്ഥയിൽ പലപ്പോഴും വാക്കേറ്റവും ഉണ്ടായി. അഷ്ടമുടിയിൽ പുലർച്ചെ 4 മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അഷ്ടമുടിക്കായലും കല്ലടയാറും അറബിക്കടലും സംഗമിക്കുന്ന ഇവിടെ തർപ്പണം ചെയ്യുന്നത് പുണ്യമെന്ന വിശ്വാസത്തിൽ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബലിതർപ്പണത്തിനെത്തിയത്. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ബലിതർപ്പണത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അറബിക്കടലും കല്ലടയാറും അഷ്ടമുടിക്കായലും സംഗമിക്കുന്ന ത്രിവേണി സംഗമം, അതായത് കൊല്ലം ജില്ലയിലെ ഏക ത്രിവേണി സംഗമമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ ത്രിവേണി സംഗമത്തിൽ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് രാവിലെ 3:30 മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ത്രിവേണി സംഗമത്തിൽ ബലിതർപ്പണം നടക്കുന്നത് പുണ്യം എന്നാണ് ഭക്തജന വിശ്വാസം. ഈ ബലിതർപ്പണത്തിന് ഈ KSRTC കൊല്ലം, അഞ്ചാലുമൂട്, കുണ്ട്ര ഭാഗങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സേവനമുണ്ട്. വൻ ക്രമസമാധാനത്തിന് വൻപിച്ച പോലീസ് സന്നാഹവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു 3:30 മണിക്ക് ബാഹുബലി ആരംഭിച്ചു. ഇത് കൃത്യം ഒരു 5 മണി ആവുമ്പോഴത്തേക്ക് തന്നെ ഇത് സമാപിക്കുന്നതാണ്. മുണ്ടയ്ക്കൽ പാവനാശത്തും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.